ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രമേഹത്തെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ജീവിതശൈലി രോഗങ്ങളാണ് തുടങ്ങി വെച്ചത്. അപ്പം അതിനകത്ത് പ്രമേഹം പറഞ്ഞപ്പം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചോദിച്ചിട്ടുള്ളതുമായ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. ആ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതൊരു പദ്ധതിയാണ്, മിഠായി പദ്ധതി എന്ന് പറയും. കേരള സർക്കാർ ആരംഭിച്ച ടൈപ്പ് 1 പ്രമേഹ രോഗമുള്ള കുട്ടികൾക്കായി രൂപപ്പെടുത്തിയ പ്രത്യേക സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് മിഠായി പദ്ധതി. അതായത് ഞാൻ പറഞ്ഞിരുന്നു, ടൈപ്പ് 1 കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന അസുഖമാണ്, പ്രമേഹമാണ്. അതിന് ഇൻസുലിൻ ട്രീറ്റ്മെന്റ് ആണ്. പുറത്തുനിന്ന് ഇൻസുലിൻ കൊടുക്കണം. ശരീരത്തിന് സ്വയമായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കായിരുന്നു ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിനുവേണ്ടി കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ മിഠായി പദ്ധതി എന്ന് പറയുന്നത്. ഇതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ 18 വയസ്സിന് താഴെ ആയിരിക്കണം കുട്ടിയുടെ പ്രായമെന്ന് പറയുന്നത്. 2, വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിലും കുറവായിരിക്കണം. ഈ 2 നിബന്ധനകളുണ്ട്. ഒന്നെന്താണ്? കുട്ടിക്ക് 18 വയസ്സിൽ താഴെ ആയിരിക്കണം. 2, വാർഷിക വരുമാനം 2 ലക്ഷത്തിൽ കൂടി കവിഞ്ഞ് ആകാൻ സാധിക്കില്ല. ഇത് രണ്ടുമാണ് അതിന്റെ ഇതപ്പം ഈ മിഠായി പദ്ധതി ആ പ്രമേഹത്തിന്റെ നോട്ട്സിന്റെ കൂടെ എഴുതി വെക്കണം. മിഠായി പദ്ധതി ചോദിച്ചിട്ടുണ്ട്, 2-3 തവണയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഗോ, നമ്മുടെ പ്രമേഹ ദിനത്തിന്റെ ലോഗോ ബ്ലൂ സർക്കിൾ, നീലവൃത്തവും ചോദിച്ചിട്ടുണ്ട്. ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, എന്നാണ് പ്രമേഹ ദിനമായി ആചരിക്കുന്നതെന്ന്. അത് നവംബർ 14. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് പഠിക്കാൻ പോകുന്നത് ക്യാൻസറിനെ പറ്റിയാണ്, അർബുദത്തെ പറ്റിയാണ്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന്, ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടില്ല, എന്നാലും PSC ഓറിയന്റഡ് ആയിട്ട് നോക്കാം. എന്താണ് ക്യാൻസർ എന്ന് പറയുന്നത്? അനിയന്ത്രിതമായ കോശവിഭജനം. അതായത് ശരീരത്തിലെ കോശങ്ങൾ നിയന്ത്രണമില്ലാതെ വളർന്ന് പെരുകി മറ്റു കലകളിലേക്ക് വ്യാപിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. കലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ടിഷ്യൂ. അതായത് കുറെ സെൽസ് കൂടി ഉണ്ടാകുന്നതാണ് ടിഷ്യൂ എന്ന് പറയുന്നത്. കുറെ കോശങ്ങൾ കൂടി കലകൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ കോശങ്ങൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചില കോശങ്ങളുണ്ടല്ലേ, ആ കോശങ്ങൾക്ക് ആവശ്യമായ ആഹാരവും ഇതും ന്യൂട്രിയൻസും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ക്യാൻസർ, അർബുദത്തിന്റെ കോശങ്ങൾ വളർന്നു വരുമ്പം ഈ നമ്മുടെ സാധാരണ കോശങ്ങൾക്കുള്ള ന്യൂട്രിയൻസൂടെ ഇത് വലിച്ചെടുത്ത് കോശം ചത്തുപോകും. അങ്ങനെ അനിയന്ത്രിതമായി ഈ കോശ വിഭജനം നടക്കുന്നതിനാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അനിയന്ത്രിതമായ കോശ വിഭജനം. അപ്പോൾ നമുക്ക് വേണ്ട കോശങ്ങളുടെ ന്യൂട്രിയൻസോട് ഇത് വലിച്ചെടുത്ത് ഇത് അനിയന്ത്രിതമായി വിഭജിക്കും. അതിനെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളുണ്ട്. അതിന്റെ പേര് ഓങ്കോ ജീനുകൾ എന്നാണ്. എന്താണ് അതിനെ വിളിക്കുന്നത്? ഓങ്കോ ജീനുകൾ. അപ്പം ഇതിന്റെ ചികിത്സ, ആ ചികിത്സാ വിഭാഗത്തിന് എന്താണ് പറയുന്നത്? അർബുദ രോഗ ചികിത്സാ വിഭാഗത്തിന് എന്താണ് പറയുന്നത്? ഓങ്കോളജി എന്ന് പറയും. എന്താണ് ഓങ്കോളജി? ഓങ്കോ ജീനുകൾ കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കാരണമാകുന്ന ജീനുകൾ ഓങ്കോ ജീനുകളും, പിന്നെ ചികിത്സ, ബന്ധപ്പെട്ട ചികിത്സ ഓങ്കോളജി. ഇത് ഓർത്തു വെക്കണം. എന്താണ് ക്യാൻസർ, പിന്നെ ക്യാൻസറിന് കാരണമായ ജീനുകൾ, പിന്നെ ഏത് ചികിത്സ വിഭാഗത്തിലാണ് ഇത് പെടുന്നത്. 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് നമുക്ക് ചെറിയൊരു മുഴയൊക്കെ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ അത് ഉടനെ ബയോപ്സിക്ക് അയക്കുക എന്ന് പറയും അല്ലേ. അപ്പൊ നമുക്ക് ഈ ബയോപ്സി എന്താണെന്നൊന്ന് നോക്കാം. അർബുദമുണ്ടോ എന്ന് സംശയമുള്ള കല എന്ന് പറഞ്ഞാൽ എന്താ? ടിഷ്യൂസ്, കുറെ സെൽസ് കൂടുന്ന ടിഷ്യൂ കഷ്ണങ്ങളായി മുറിച്ച് നിറം നൽകി മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്ന മാർഗമാണ് ബയോപ്സി. അതായത് നമ്മുടെ ഈ സെൽസ് തന്നെ കുറെ കൂട്ടം സെൽസ് എടുത്തിട്ട് അതിന്റെ ഒരു അംശം കുറച്ച് മാത്രം കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് അത് മുറിച്ച് മൈക്രോസ്കോപ്പിലൂടെ നോക്കും. അപ്പൊ അത് എന്താണ്? അത് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ബയോപ്സി എന്ന് പറയുന്നത്. ക്യാൻസറിനെതിരെ ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യം. അപ്പം ജീൻ തെറാപ്പി വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഏതാണ്? അമേരിക്ക. അടുത്തത് കീമോതെറാപ്പി. ക്യാൻസറിന്റെ ഒരു പ്രധാനപ്പെട്ട ചികിത്സാ വിഭാഗമാണ് എന്തെന്ന് പറയുന്നത്? കീമോതെറാപ്പി അല്ലെങ്കിൽ രാസ ചികിത്സ എന്ന് മലയാളത്തിൽ പറയും.
അർബുദ കോശങ്ങളെ നശിപ്പിക്കാനായി വിവിധതരം രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ചികിത്സാരീതി. എന്നത് എളുപ്പമാണ് ഓർത്ത് വെക്കാനായിട്ട്. എന്താണ്? കോശങ്ങളെ നശിപ്പിക്കാനായിട്ട് കാരണമാകുന്ന കോശങ്ങൾ, ഈ അർബുദത്തിന് കാരണമാകുന്ന കോശങ്ങളെ നശിപ്പിക്കാനായിട്ട് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ചികിത്സാ രീതിയാണ് ഈ കീമോതെറാപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാസചികിത്സ എന്ന് പറയുന്നത്. കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക് ആണ്. എന്താണ്? പോൾ എർലിക്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കും. ഇതാണ് ക്യാൻസറിനെ പറ്റി ചോദിക്കുന്നതിൽ പ്രധാനമായും ചോദിക്കുന്നത്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് ഏതാണ്? കൊബാൾട്ട് 60 ആണ്. എന്താണ്? കൊബാൾട്ട് 60 ആണ്. 60 കൊബാൾട്ട് 60. വളരെ താഴ്ന്ന ഊഷ്മാവിൽ കോശങ്ങൾ മരവിപ്പിച്ച് നശിപ്പിക്കുന്ന ശസ്ത്രക്രിയ. വളരെ താഴ്ന്ന ഊഷ്മാവ് എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ വളരെ കുറച്ചിട്ട് ഈ കോശങ്ങളെ മരവിപ്പിച്ച് നശിപ്പിക്കുന്ന ശസ്ത്രക്രിയ. അതിനെ ക്രയോ സർജറി എന്ന് പറയും. എന്തെന്ന് പറയും? ക്രയോ സർജറി എന്ന് പറയും. ഇതിനൊരു കോഡ് ഓർത്ത് വെക്കുക. മരവിപ്പിച്ച് നശിപ്പിക്കുമ്പോൾ ക്രൈ ചെയ്യുന്നു എന്ന് ഓർക്കുക. എന്താണ്? ക്രൈ ചെയ്യുന്നു. ക്രൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കരയുന്നു. മരവിപ്പിച്ച് നശിപ്പിക്കുമ്പോൾ ക്രൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താണ്? ക്രയോ സർജറി എന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ ഈ താഴ്ന്ന ഊഷ്മാവിൽ എന്തിനെയാണ് ചെയ്യുന്നത്? കോശങ്ങളെ മരവിപ്പിച്ചിട്ട് നശിപ്പിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രയോ സർജറി എന്ന് പറയുന്നത്. അപ്പൊ എന്തെന്ന് ഓർത്തു വെക്കണം? മരവിപ്പിച്ച് നശിപ്പിക്കുമ്പോൾ ക്രൈ ചെയ്യുന്നു എന്ന് ഓർത്തു വെക്കണം. അത് കൂടാതെ ഇനി അടുത്ത ഈ രാസ ചികിത്സ കൂടാതെ വേറൊരു ചികിത്സയും കൂടെ അർബുദത്തിന് പറയാം. വികിരണ ചികിത്സ എന്ന് പറയാം. കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ്? റേഡിയേഷൻ ആണ്. അർബുദ കോശ സമൂഹങ്ങൾക്ക് ചുറ്റുമുള്ള സാധാരണ കോശങ്ങൾക്ക് ക്ഷതമേൽക്കാത്ത രീതിയിൽ അർബുദ കോശങ്ങളെ വികിരണം ഉപയോഗിച്ച് നശിപ്പിക്കുന്ന രീതിയാണ് വികിരണ ചികിത്സ. എന്താ പറയുന്നതിന്റെ അർത്ഥം? അതായത് അർബുദ രോഗത്തെ കാരണമായ കോശങ്ങളെ നശിപ്പിക്കും. പക്ഷെ ചുറ്റുമുള്ള കോശങ്ങൾക്ക് ഒരു ക്ഷതവും സംഭവിക്കില്ല, ഒരു നാശവും സംഭവിക്കുകയില്ല. അത് എന്തുപയോഗിച്ചാണ്? എക്സ്റേ, അതുപോലെ തന്നെ ഗാമാ റേ, അങ്ങനെയൊക്കെ പറയുന്ന റേസ് ഉപയോഗിച്ച്, രശ്മികൾ ഉപയോഗിച്ച് നടത്തുന്ന ചികിത്സയാണ് എന്തെന്ന് പറയുന്നത്? വികിരണ ചികിത്സ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹൃദയരോഗങ്ങൾ നോക്കാം. ഹൃദയരോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. അതെന്താന്ന് നോക്കാം. ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ അറിയപ്പെടുന്നതാണ് ഹൃദയരോഗങ്ങൾ. എന്താണ് ഹൃദയരോഗങ്ങൾ? ഹൃദയത്തെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളാണ് ഹൃദയരോഗങ്ങൾ. പിന്നെ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാണിത് ഉണ്ടാകുന്നത്. ഇനി കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് അമിത രക്തസമ്മർദ്ദമാണ്. ഈ കൊഴുപ്പൊക്കെ അടിഞ്ഞിട്ട് നമ്മുടെ രക്തധമനികളുടെ വ്യാസം എന്താണ്? വലിപ്പം കുറയുന്നതാണ് ഈ അമിത രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ BP എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമുക്ക് ഈ ഉയർന്ന രക്തസമ്മർദ്ദത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുമെന്നൊന്ന് ചെറുതായിട്ട് നോക്കാം. SBP. എന്താണ് SBP? സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. എന്താണ്? സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140 കൂടുതൽ. എത്രയാ? 140 കൂടുതൽ. അടുത്തത് DBP, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. എന്താണ്? ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. അത് 90 mmHg കൂടുതലും ആകുമ്പോൾ. അപ്പൊ ഒന്നുകൂടെ പറയുകയാണ്, SBP 140-ലും DBP എത്രയിലാണ്? 90-ലും കൂടുതലാകുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ട് എന്ന് പറയുന്നത്. 140 കൂടുതലും 90 കൂടുതലും. സിസ്റ്റോളിക്ക്, ഡയസ്റ്റോളിക്ക്, അത് ഓർത്ത് വെക്കുക. SBP, DBP. ഇനി നോർമൽ ബ്ലഡ് പ്രഷർ എത്രയാണ്? 120-80 mmHg ആണ്. 120-80 mmHg. ഇനി രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അത് എന്താണ്? സ്ഫിഗ്മോ മാനോമീറ്റർ. അതാണ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ പ്രമേഹം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്താ? പെട്ടെന്ന് നോക്കുന്ന ഉപകരണം ഗ്ലൂക്കോമീറ്റർ. അതുപോലെ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്ഫിഗ്മോ മാനോമീറ്റർ. 3 വാക്കായിട്ട് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് ഓർമ്മ കിട്ടും. ഇനി അടുത്തത് ഹൃദയാഘാതം.
ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ. എന്താണ് ഹൃദയാഘാതം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞിട്ട് ഈ രക്തപ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താ? രക്തത്തിന്റെ ഒഴുക്ക് ആ തടസ്സപ്പെടുന്ന അവസ്ഥയാണ്, ഹൃദയത്തിലേക്കുള്ള രക്തത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദന. അപ്പം എന്താ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും നെഞ്ചിൽ ഇങ്ങനെ പിടിക്കുന്നതാണ്, അപ്പൊ നെഞ്ചുവേദന വരും. അതിന് പറയുന്ന പേരാണ് ആൻജിന. എന്ത് പറയുന്നു? ആൻജിന. അടുത്തത്, ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിന്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥ. ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അതിരോസ്ക്ലീറോസിസ്. എന്തെന്ന് പറയും? അതിരോസ്ക്ലീറോസിസ്. അവിടെ എന്താണ് നടക്കുന്നത്? സാധാരണ വ്യാസം കുറഞ്ഞു വരിക എന്ന് പറഞ്ഞാൽ വലിപ്പം കുറഞ്ഞു വരും അല്ലെ? വലിപ്പം കുറഞ്ഞു വരുമ്പം അതിൽ കൂടെ ഒഴുകുന്ന രക്തത്തിന്റെ അളവ് എന്തായിരിക്കും? എന്തായാലും കുറവായിരിക്കും അല്ലെ? അല്ലാതെ കൂടുതൽ ഫ്ലോയിൽ പോകാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. കുഞ്ഞിതാകും തോറും രക്തം അതിലൂടെ പോകുന്നത് കുറഞ്ഞു വരും. അങ്ങനത്തെ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അതിരോസ്ക്ലീറോസിസ്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി അടുത്തത് വേറൊരു രോഗമാണ് കൊറോണറി ഹാർട്ട് ഡിസീസ്. എന്താണ് കൊറോണറി ഹാർട്ട് ഡിസീസ്? ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം രക്തപ്രവാഹം സാധ്യമാകാതെ വരുന്ന രോഗം. അപ്പൊ ഇതെന്താണ് പറയുന്നത്? രക്തം കട്ട പിടിക്കുകയാണ്. അപ്പം ഈ കട്ട പിടിച്ച രക്തം എന്ന് പറയുന്നതും എന്താണ്? രക്തപ്രവാഹം എളുപ്പമാക്കുവോ അതോ ഹാർഡാക്കുവോ? എന്താ ചെയ്യുന്നത്? കട്ട പിടിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വലിയ പാടാണ് അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്നുള്ളത്. ഇത് ഓർത്തിരിക്കാൻ ഒരു കോഡ് പറഞ്ഞു തരാം. കൊറോണ കാലത്ത് എല്ലാവരും കട്ടയ്ക്ക് പിടിച്ചു നിന്നു. കൊറോണ കാലത്ത് എല്ലാവരും കട്ടയ്ക്ക് പിടിച്ചു നിന്നു എന്ന് ഓർക്കുക. അപ്പൊ ഓർക്കുകയോ അങ്ങനെ അല്ലല്ലോ സംഭവിച്ചതെന്ന് ഓർക്കും. പക്ഷെ കൊറോണ കാലത്ത് കുറെ പേരൊക്കെ വാക്സിൻ ഒക്കെ എടുത്ത് രക്ഷപ്പെട്ട് നിന്നവരുണ്ടല്ലേ, കുറെ പേരൊക്കെ മരിച്ചു പോയി, എന്നാലും സർവൈവ് ചെയ്ത് നിന്നവരുണ്ട്. അപ്പൊ അത് ഓർത്തിട്ട് ഇങ്ങനെ ഓർക്കുക, കൊറോണ കാലത്ത് എല്ലാവരും കട്ടയ്ക്ക് പിടിച്ചു നിന്നു. അപ്പോഴത്തേക്ക് ഇങ്ങനെ എന്താ, കൊറോണറി ധമനികളിൽ രക്തം കട്ട പിടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അതിന്റെ പേരെന്താണ്? കൊറോണറി ഹാർട്ട് ഡിസീസ്. അപ്പം എന്ത്, കൊറോണറി ധമനികളില് രക്തം കട്ട പിടിക്കുന്നത് മൂലം, അത് മാത്രമാണ് ഇമ്പോർട്ടന്റ്. കൊറോണറി ധമനികളില് രക്തം കട്ട പിടിക്കുന്നത് മൂലം കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് തന്നെ പഠിച്ചു വെക്കുക. ഇനി അഥവാ പക്ഷാഘാതം അഥവാ സ്ട്രോക്കിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലം രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം. നമ്മളത് പറയുമ്പോൾ ഇത്രയും നീട്ടി പറയേണ്ട ആവശ്യമില്ല. സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറ് സംഭവിക്കുന്നതാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സെറിബ്രം എവിടെയാണുള്ളത്? ബ്രെയിനകത്തുള്ള സംഭവമാണ് ഈ സെറിബ്രം എന്ന് പറയുന്നത്. അപ്പൊ ആ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് എന്ത്? പക്ഷാഘാതം. ഡെഫിനിഷൻ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നു. ബ്രെയിനിലെ രക്തക്കുഴലുകൾ എന്ത് ചെയ്യുന്നു? പൊട്ടുന്നു. അത് രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നു. അത് 24 മണിക്കൂർ നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുകയോ ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറ്. അങ്ങനെ ആയ ആ തകരാറിനാണ് നമ്മൾ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്താണെന്നാണ് പറയുന്നത്. ഏതാണ് പ്രധാന കാരണം? ഉയർന്ന രക്തസമ്മർദ്ദമാണ് കാരണം. എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദം. ഇനി പക്ഷാഘാതം ഉണ്ടാകാനുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാർദ്ധക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഏജിലെത്തുമ്പോൾ, ആ പ്രായത്തിലെത്തുമ്പോൾ, ഓൾഡ് ഏജിലെത്തുമ്പോൾ നമുക്ക് എന്താണ്? സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ഉയർന്ന രക്തസമ്മർദ്ദമൊക്കെ ഉള്ളവർക്കും. പ്രമേഹം, ഷുഗർ ഉള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട്. ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്. പിന്നെ പുകവലിക്കുന്നവർക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട്. പുതിയ അറിവാണോ? അല്ല, പുകവലിക്കുന്നവർക്കൊക്കെ സ്ട്രോക്ക് വരാനായിട്ട് സാധ്യത കൂടുതലാണ്. പിന്നെ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ. ഇനി ഈ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ, എല്ലായിടത്തോട്ടും രക്തക്കുഴലുകളുണ്ട്. അപ്പൊ തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ
രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയ്ക്ക് എന്താണ് പറയുന്നത്? സെറിബ്രൽ ത്രോംബോസിസ്. എന്തെന്ന് പറയും? സെറിബ്രൽ ത്രോംബോസിസ്. ഒന്നുകൂടെ പറയാം, തലച്ചോറിലേക്കുള്ള രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ, അതിന് എന്തു പറയും? സെറിബ്രൽ ത്രോംബോസിസ്. മനസ്സിലായല്ലോ? ഇനി ലാസ്റ്റ് ആയിട്ട് എന്താ പറയാ, കുറച്ച് സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് എടുക്കാം. എന്തൊക്കെയാണെന്ന്, ഈ പക്ഷാഘാതവും ഹൃദ്രോഗങ്ങളും ഒക്കെ തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഒന്നാമതായി ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ. നമുക്ക് ഇന്നത്തെ കാലത്ത് ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങളുണ്ടോ? സ്വയം ചിന്തിച്ചു നോക്കുക. എല്ലാവരും പുറത്തു നിന്നുള്ള ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ഒക്കെയാണ് കഴിക്കുന്നത് അല്ലേ? പണ്ടത്തെ കാലത്തെ പോലെ ഒന്നും അല്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ എന്താണ്, വീട്ടിൽ നിന്ന് കിട്ടുന്ന ഫുഡ് കഴിക്കുന്നു. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. അതിനകത്ത് ഫുഡ് സപ്ലിമെന്റ്സോ ഫുഡ് കളേഴ്സോ ഒന്നും ചേർക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായ ദൂഷ്യവശങ്ങൾ കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഉണ്ട്. അപ്പൊ ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ നമ്മൾ വാർത്തെടുക്കുക, അല്ലെങ്കിൽ അത് നേടിയെടുക്കുക. രണ്ടാമത്തെ സെക്ഷനാണ് വ്യായാമം. ഇന്നത്തെ കാലത്ത് ജിമ്മിന് പോകുന്നവര്, എക്സർസൈസ് ചെയ്യുന്നവര് ഒക്കെ കൂടുതലുണ്ട് കേട്ടോ. കുറെ കൂടെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം നമുക്ക് കായികാധ്വാനം ഒക്കെ കുറവായതുകൊണ്ട് ലാപ്പിന്റെ മുന്നിലിരിക്കുന്നവരും ഒക്കെ ഉള്ളവർ ഒത്തിരി പേരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സാഹചര്യങ്ങളുള്ളവർ എന്ത് ചെയ്യും? വ്യായാമം ചെയ്യണം. ഇനി അടുത്തത് മദ്യം, പുകയില എന്നിവ ഒഴിവാക്കുക. ഏറ്റവും ഇതാണ്, ഒരുപാട് അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഇതാണ് മദ്യവും പുകയിലയൊക്കെ. മദ്യവും പുകയിലയൊക്കെ ഉപയോഗിച്ച് ആകെ വശം കെട്ട് ഒരു പരുവന്ന ആൾക്കാരെ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നും അല്ല MDMAയും ഒക്കെ നമ്മൾ ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതിനൊന്നും വീഴാതെ അതിനോട്ടൊന്നും പോകാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യമൊക്കെ ഏകദേശമൊക്കെ ഓക്കെ ആകും. അപ്പം പക്ഷാഘാതവും ഹൃദ്രോഗങ്ങളും ഒക്കെ വരാൻ ഇങ്ങനെ ചെയ്യുന്നവർക്ക്, മദ്യപിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കും ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം. എന്താണ്, എല്ലാവരും ഇപ്പം ഭയങ്കര ടെൻഷനും ഡിപ്രഷനും ഒക്കെ ഉള്ളവരാണ്. അവരുടെ ജോലി മൂലം, സ്ട്രെസ് മൂലം. അപ്പം മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. അതുപോലെ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കണം. എത്ര ജോലി തിരക്കുണ്ടെങ്കിലും നമുക്കൊരു ലെഷർ ടൈം വേണം. നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് കൊടുക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് പക്ഷാഘാതവും ഹൃദ്രോഗങ്ങളും മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട കുറേ രോഗങ്ങൾക്ക് ശമനം കിട്ടും. അപ്പം ഞാനൊക്കെ 2 ദിവസമായിട്ട് എടുത്ത പ്രമേഹവും ഹൃദ്രോഗങ്ങളും രക്തസമ്മർദ്ദവും പക്ഷാഘാതവും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങളിൽ ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. വേറൊന്നും ഇതിനകത്ത് നോട്ട്സ് അധികം ചേർത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കണം, നോട്ട്സ് എഴുതി പഠിക്കണം. എന്നാലേ നമുക്കതുകൊണ്ട് ഒരു ഉപയോഗത്തിൽ എത്തത്തുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഓരോരോ പരീക്ഷയ്കൾക്കാണെങ്കിലും എടുത്തു നോക്കാം. അടുത്ത വീഡിയോയിൽ പുതിയൊരു ക്ലാസ്സുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.